നമസ്കാരം. ഇന്ന് ഇവറ്റൽ ആർഎക്സിൽ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്യുന്ന പിഒ വെയർഹൗസ് എങ്ങനെയാണ് സ്വീകരിച്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോറിലെ വെയർഹൗസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പിഒ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് ജനറേറ്റ് ചെയ്ത പിഒ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. പിഒ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം വൈസ് ഡീറ്റെയിൽസ് കിട്ടും. എത്രയാണ് ബ്രാഞ്ച് ഓർഡർ ചെയ്തേക്കുന്ന ക്വാണ്ടിറ്റി, നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓൾ സ്റ്റോക്ക്, ഇൻ സ്റ്റോക്ക്, ഔട്ട് ഓഫ് സ്റ്റോക്ക് അങ്ങനെ. ഇനി സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഐറ്റം സെലക്ട് ചെയ്തിട്ട് വലതുഭാഗത്ത് മുകളിലെ മോർ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ജനറേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇഫ് ഇൻ കേസ് ബ്രാഞ്ച് സ്റ്റോറും വെയർഹൗസും ഡിഫറെന്റ് GST ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫറിന് പകരമായിട്ട് B2B സെയിൽസ് ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യണം. കാരണം ഇത് ബ്രാഞ്ച് സ്റ്റോറും അതുപോലെ തന്നെ വെയർഹൗസും സെയിം GST നമ്പർ ആണ്. അത് കാരണം നമുക്കിവിടെ ജനറേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ലഭിക്കും. പ്രീഫിൽ ബാച്ച്, അതുപോലെ തന്നെ ബാച്ച് ഇവിടെ മാനുവലി. പ്രീഫിൽ ബാച്ചിലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയർഹൗസിലുള്ള ബാച്ച് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രീഫിൽ ആയിട്ട് നമുക്ക് ലഭിക്കും. ബാച്ച് മാനുവലി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രോഡക്റ്റിന്റെ ബാച്ച് എല്ലാം തന്നെ നമുക്ക് മാനുവലി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് പ്രീഫിൽ ബാച്ച് സെലക്ട് ചെയ്തിട്ട് സ്റ്റോക്ക് ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ വിത്ത് പ്രീഫിൽ ബാച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കൺഫർമേഷൻ കൊടുക്കണം. സോ പ്രീഫിൽ ബാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുത്തു. ഇപ്പൊ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എല്ലാം തന്നെ നമുക്കിവിടെ പ്രീഫിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ബില്ല് നേരിട്ട് സേവ് ചെയ്യാം. സോ ഇപ്പൊ നമുക്ക് വെയർഹൗസ് ബ്രാഞ്ച് സ്റ്റോറിലോട്ട് സ്റ്റോക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ബ്രാഞ്ച് സ്റ്റോറും വെയർഹൗസും സെയിം GST നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയിട്ടും, അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോറും വെയർഹൗസും ഡിഫറെന്റ് GST നമ്പർ ആണെന്നുണ്ടെങ്കിൽ വെയർഹൗസിൽ നിന്നും B2B സെയിൽ ആയിട്ടും ആയിരിക്കും നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് വെയർഹൗസ് അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് ബ്രാഞ്ച് സ്റ്റോർ ലോഗിൻ ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ സ്റ്റോക്ക് ട്രാൻസ്ഫർ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ഇപ്പോൾ ബ്രാഞ്ച് സ്റ്റോറിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. സോ ബ്രാഞ്ച് സ്റ്റോറിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും വലതു ഭാഗത്ത് മുകളിലായിട്ട് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് B2Bയിലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ലഭിക്കും. സോ സ്റ്റോക്ക് ട്രാൻസ്ഫറിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയർഹൗസ് ജനറേറ്റ് ചെയ്ത സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇവിടെ കാണാൻ പറ്റും പെൻഡിങ്ങിനകത്ത്. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മുടെ ഇൻവെന്ററിയിലോട്ട് ആഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് വെയർഹൗസ് ജനറേറ്റ് ചെയ്ത സ്റ്റോക്ക് ട്രാൻസ്ഫറും ഇവിടെ ഫുൾഫിൽ ആയി ലഭിക്കും. ഇപ്പൊ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. സോ ഈ പെർട്ടിക്കുലർ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ PO ഇവിടെ ഫുൾഫിൽഡ് ആയിട്ട് കാണിക്കും. Thank you so much.